everyone, in this video, types of variables are we discuss research very significant term variables. Variables generally define anything that varies. Age, income, this varies. Generally variables. Research variables relationship generally. For example, memory capacity, exam performance influence ചെയ്യുന്നുണ്ടോ അല്ലെന്നുണ്ടെങ്കിൽ എങ്ങനെയാണ് ഒരാളുടെ ഇൻകം അയാളുടെ കൺസംപ്ഷൻ റേറ്റിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നത് ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളായിരിക്കും ജനറലി നമ്മൾ റിസർച്ചിൽ പഠിക്കുന്നത്. അപ്പോൾ ഇവിടെ നമ്മൾ ഡിഫറെന്റ് വേരിയബിൾസ് തമ്മിലുള്ള റിലേഷൻഷിപ്പ് ആണ് എന്ത് ചെയ്യുന്നത് എക്സ്പ്ലോർ ചെയ്യുന്നത്. അപ്പോൾ ഈ വേരിയബിൾസ് തന്നെ പല ടൈപ്സ് ഉണ്ട്. അതിനെക്കുറിച്ചൊരു ബേസിക് അണ്ടർസ്റ്റാൻഡിങ് നമുക്ക് വേണം. വെൻ ഇറ്റ് കംസ് ടു സെറ്റ് എക്സാം അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നിങ്ങൾക്ക് ചോദിക്കാൻ സാധ്യതയുള്ള ഒരു ഏരിയ ആണ്. സോ ജാൻ 2025 സെറ്റ് എക്സാമിൽ ചോദിച്ചൊരു ക്വസ്റ്റ്യൻ ആണിത്. If a researcher wants to study the influence of legal literacy and social adjustment of adolescent students, then legal literacy is the dash variable. അപ്പോൾ ഇവിടെ നമുക്കൊരു എക്സാമ്പിൾ തന്നിരിക്കുകയാണ്. അപ്പോൾ ആ എക്സാമ്പിളിൽ നിന്ന് ഒരു പെർട്ടിക്കുലർ ലീഗൽ ലിറ്ററസി ആസ് വെൽ ആസ് സോഷ്യൽ അഡ്ജസ്റ്റ്മെന്റ് ഓഫ് അഡോളസെന്റ് സ്റ്റുഡൻസ് ഇത് രണ്ടുമാണ് ഇവിടുത്തെ വേരിയബിൾസ്. അപ്പോൾ അത് ലീഗൽ ലിറ്ററസി എന്ത് തരത്തിലുള്ള ഒരു വേരിയബിൾ ആണെന്ന് ഐഡന്റിഫൈ ചെയ്യാനായിട്ടാണ് നമ്മളോട് പറഞ്ഞിരിക്കുന്നത്. ഓപ്ഷൻസ് നോക്കുകയാണെങ്കിൽ ഇന്റർവീനിങ്, ഇൻഡിപെൻഡന്റ്, കൺഫ്രണ്ടിങ് ആൻഡ് ഡിപെൻഡന്റ്. സോ ഈ 4 ഓപ്ഷൻസിൽ 3 ടൈപ്സ് ഓഫ് വേരിയബിൾസ് നമുക്ക് കാണാം. ഒരു എക്സ്ട്രാ ഓപ്ഷൻ അവിടെ തന്നിട്ടുണ്ട്. ഈ തന്നിരിക്കുന്ന ഓപ്ഷൻസിലെ 3 ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വേരിയബിൾസ് ഏതൊക്കെയാണ്? ഇൻഡിപെൻഡന്റ്, ഡിപെൻഡന്റ് ആൻഡ് ഇന്റർവീനിങ് വേരിയബിൾസ്. അപ്പോൾ ഈ 3 ടൈപ്സ് ഓഫ് വേരിയബിൾസ് എന്താണെന്ന് നമുക്ക് നോക്കാം. സി ഓപ്ഷൻ നമുക്കിവിടെ കൺസിഡർ ചെയ്യേണ്ട കാര്യമില്ല. ബാക്കി ഓപ്ഷൻസ് 3 എന്താണെന്ന് നോക്കിയിട്ട് നമ്മളിതൊന്ന് ആൻസർ ചെയ്യാനായിട്ട് ശ്രമിക്കുകയാണ്. ആദ്യം നമുക്ക് ഇൻഡിപെൻഡന്റ്, ഡിപെൻഡന്റ് വേരിയബിൾസ് തന്നെ എടുക്കാം. കാരണം ഈ 2 ടൈപ്സ് നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും അസോസിയേറ്റ് ചെയ്ത് കമ്പയർ ചെയ്ത് പഠിക്കാനായിട്ട് ഹെൽപ്ഫുൾ ആയിട്ടുള്ള 2 വേരിയബിൾസ് ആണ്. അപ്പോൾ അത് തന്നെ നമുക്ക് ആദ്യം എടുക്കാം. സോ ഇൻഡിപെൻഡന്റ് വേരിയബിൾ, ഡിപെൻഡന്റ് വേരിയബിൾ തമ്മിലുള്ള വ്യത്യാസം എന്താ? The variable that is stable and unaffected by the other variables you are trying to measure. That is what independent variable is all about. Dependent variable is the variable that depends on other factors that are measured. അപ്പോൾ നമ്മൾ 2 വേരിയബിൾസ് എടുക്കുമ്പോൾ ജനറലി ഒരു കോസ് ആൻഡ് ഇഫക്റ്റ് റിലേഷൻഷിപ്പിന്റെ ബേസിസിലാണ് നമ്മൾ ഇതിനെ ഐഡന്റിഫൈ ചെയ്യുന്നത് അല്ലേ? എങ്ങനെയാണ് ഒരാളുടെ മെമ്മറി കപ്പാസിറ്റി അയാളുടെ എക്സാം പെർഫോമൻസിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നത്. അപ്പോൾ 2 കാര്യങ്ങൾ ഒന്ന് മറ്റതിനെ എങ്ങനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നു. അപ്പോൾ ഇവിടെ നിങ്ങൾ നോക്കുകയാണെങ്കിൽ ഇപ്പോൾ ഈ എക്സാമ്പിൾ നമ്മൾ എടുക്കുകയാണെങ്കിൽ ഒരാളുടെ എക്സാം പെർഫോമൻസ് അയാളുടെ മെമ്മറി കപ്പാസിറ്റീനെ ഡിപ്പെൻഡ് ചെയ്താണോ ഇരിക്കുന്നത് എന്നുള്ളതാണ് നമ്മൾ നോക്കുന്നത്. അല്ലെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഒരാൾ എന്തുമാത്രം കാര്യങ്ങൾ അല്ലെങ്കിൽ വസ്തുക്കളാണ് മേടിക്കുന്നത് അല്ലെങ്കിൽ അയാളുടെ റേറ്റ് ഓഫ് കൺസംഷൻ എന്ന് പറയുന്നത് അയാളുടെ റേറ്റ് ഓഫ് ഇൻകത്തോട് ഡിപ്പെൻഡൻ്റ് ആണോ. അപ്പോൾ ഈ 2 വേരിയബിൾസിൽ ഒരു വേരിയബിൾ സ്റ്റേബിൾ ആയിട്ട് അൺഅഫക്റ്റഡ് ആയിട്ട് നിൽക്കുകയാണ്, മറ്റേ വേരിയബിൾ ഈ വേരിയബിളിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടായിരിക്കുന്നത്. അപ്പോൾ അങ്ങനെ അൺഅഫക്റ്റഡ് ആയി സ്റ്റേബിൾ ആയി നിൽക്കുന്ന വേരിയബിളിനെ നമ്മൾ ഇൻഡിപെൻഡന്റ് വേരിയബിൾ എന്നും ഡിപ്പെൻഡന്റ് വേരിയബിൾ എന്ന് പറയുന്നത് എന്താണോ ഡിപ്പെൻഡ് ചെയ്യുന്നത്. ഇപ്പോൾ ഒരാളുടെ മെമ്മറി കപ്പാസിറ്റി അയാളുടെ എക്സാം പെർഫോമൻസ് ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ടോ, അല്ലെങ്കിൽ ഒരാളുടെ എക്സാം പെർഫോമൻസ് അയാളുടെ മെമ്മറി കപ്പാസിറ്റീനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണോ ഇരിക്കുന്നത്, അങ്ങനെ നമ്മൾ പഠിക്കാം. അപ്പോൾ എന്താണ് ഡിപ്പെൻഡ് ചെയ്യുന്ന ഫാക്ടർ, അതിനെയാണ് നമ്മൾ ഡിപ്പെൻഡന്റ് വേരിയബിൾ എന്ന് വിളിക്കുക. അപ്പോൾ നമ്മൾ ഓൾറെഡി പറഞ്ഞു ഒരു കോസ് ആൻഡ് ഇഫക്റ്റ് റിലേഷൻഷിപ്പ് ബേസ് ചെയ്തിട്ട് നമ്മൾ ഇതിനെ പറയുകയാണെങ്കിൽ ഇൻഡിപെൻഡന്റ് വേരിയബിൾ ആണ് ഇവിടെ കോസ്, ഡിപ്പെൻഡന്റ് വേരിയബിൾ ഇസ് ദി ഇഫക്റ്റ്. സോ ഇറ്റ് ഹാസ് എ ഡയറക്റ്റ് ഇഫക്റ്റ് ഓൺ ദി ഡിപ്പെൻഡന്റ് വേരിയബിൾ, ഇറ്റ് ഇസ് ഡിപ്പെൻഡന്റ് ഓൺ ദി ഇൻഡിപെൻഡന്റ് വേരിയബിൾ. അതായത് ഇവിടുത്തെ ഡിഫറൻസ് എന്താ? ഇൻഡിപെൻഡന്റ് വേരിയബിൾ കോസ് ആണ്, ഡിപ്പെൻഡന്റ് വേരിയബിൾ ഇഫക്റ്റ് ആണെന്ന് പറഞ്ഞാൽ അതിന്റെ മീനിങ് എന്താ? ഇൻഡിപെൻഡന്റ് വേരിയബിൾ ഡിപ്പെൻഡന്റ് വേരിയബിളിൽ ഒരു ഡയറക്റ്റ് ഇഫക്റ്റ് ഉണ്ടാക്കുകയാണ്, അല്ലെങ്കിൽ ഇൻഡിപെൻഡന്റ് വേരിയബിൾ ഡിപ്പെൻഡന്റ് വേരിയബിളിനെ ഇൻഫ്ലുവൻസ് ചെയ്യുകയാണ്. നേരെ മറിച്ച് ഡിപ്പെൻഡന്റ് വേരിയബിൾ എന്ത് ചെയ്യാണ്? ഇൻഡിപെൻഡന്റ് വേരിയബിളിനെ ഡിപ്പെൻഡ് ചെയ്താണ് നിൽക്കുന്നത്. ഈ കോൺസെപ്റ്റ് ആണ്. അതുകൊണ്ടാണ് ഇൻഡിപെൻഡന്റ് വേരിയബിൾ കോസും ഡിപ്പെൻഡന്റ് വേരിയബിൾ ഇഫക്റ്റും ആകുന്നത്. ഇനി നമ്മളൊരു പഠനത്തിൽ ഈ 2 വേരിയബിൾസിനെ കുറിച്ച് പറയുമ്പോൾ ഇൻഡിപെൻഡന്റ് വേരിയബിൾ എന്ന് പറയുന്നത് എന്താണ്? അത് സ്റ്റേബിൾ ആയിട്ടുള്ള അൺഅഫക്റ്റഡ് ആയിട്ടുള്ള ഒരു വേരിയബിൾ ആണെന്ന് പറഞ്ഞു. ആ വേരിയബിളിനെയാണ് എക്സ്പെരിമെന്റർ മാനിപ്പുലേറ്റ് ചെയ്യുകയോ ചേഞ്ച് ചെയ്യുകയോ ചെയ്യുന്നത്. ഓൺ ദി അതർ സൈഡ് ഡിപ്പെൻഡന്റ് വേരിയബിളിനെയാണ് മെഷർ ചെയ്യുന്നത്. അതായത് ഇപ്പോൾ നമ്മളൊരു പഠനം നടത്തുന്ന സമയത്ത് ഇപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? ഇൻഡിപെൻഡന്റ് വേരിയബിളിൽ ചേഞ്ചസ് നമ്മൾ കൊണ്ടുവരും. ആ ചേഞ്ചസിനനുസരിച്ച് ഡിപ്പെൻഡന്റ് വേരിയബിളിൽ ചേഞ്ചസ് ഉണ്ടാവുന്നുണ്ടോ അത് നമ്മൾ മെഷർ ചെയ്യും. ഇങ്ങനെയാണ് ബേസിക്കലി നമ്മളൊരു പഠനം നടത്തുക. ഇപ്പോൾ റേറ്റ്, ഫോർ എക്സാമ്പിൾ ഇൻകം, ഒരാളുടെ ഇൻകവും അയാൾ സാധനങ്ങൾ കൺസ്യൂം ചെയ്യുന്നതുമായിട്ട് എന്തെങ്കിലും ബന്ധമുണ്ടോ എന്ന് അറിയണമെങ്കിൽ ഈ ഇൻകത്തിൽ എന്ത് ചെയ്യും? ഡിഫറെൻറ്റ് ഇൻകം ഗ്രൂപ്പ്സിലുള്ള ആളുകളെ നമ്മൾ എടുക്കുക, അല്ലെങ്കിൽ ഇൻകം മാറുന്നതിനനുസരിച്ച് ആളുകൾ വസ്തുക്കൾ കൺസ്യൂം ചെയ്യുന്നതിലൊരു റേറ്റിലൊരു ചേഞ്ച് വരുന്നുണ്ടോ എന്നുള്ളത് നമ്മൾ മെഷർ ചെയ്യും.
അപ്പോൾ അങ്ങനെ ചിന്തിച്ചാൽ ഇൻഡിപെൻഡൻറ്റ് വേരിയബിളിനെയാണ് നമ്മൾ ചേഞ്ച് ചെയ്യുകയോ മാനിപ്പുലേറ്റ് ചെയ്യുകയോ ചെയ്യുന്നത്. ആ ചേഞ്ചിനനുസരിച്ച് ഡിപ്പെൻഡൻറ്റ് വേരിയബിളിൽ ഉണ്ടാവുന്ന മാറ്റം അല്ലെങ്കിൽ മാറ്റം ഉണ്ടാകുന്നുണ്ടോ എന്നാണ് നമ്മൾ ടെസ്റ്റ് ചെയ്യുകയോ അല്ലെങ്കിൽ മെഷർ ചെയ്യുകയോ ചെയ്യുന്നത്. അപ്പോൾ ഇതാണ് ഇൻഡിപെൻഡൻറ്റ് വേരിയബിളും ഡിപ്പെൻഡൻറ്റ് വേരിയബിളും. അപ്പോൾ എന്താണ് സ്റ്റേബിൾ ആയിട്ട് നിൽക്കുന്നത് അതിനെ നമ്മൾ ഇൻഡിപെൻഡൻറ്റ് വേരിയബിൾ എന്ന് വിളിക്കും. അല്ലെങ്കിൽ എന്താണോ ഇൻഫ്ലുവൻസ് ചെയ്യുന്നത് അല്ലെങ്കിൽ എന്താണോ ഡിപ്പെൻഡൻറ്റ് വേരിയബിൾ ഒരു ഇഫക്റ്റ് ഉണ്ടാക്കുന്നത് അത് ഇൻഡിപെൻഡൻറ്റ് വേരിയബിളും. ഏത് വേരിയബിൾ ആണോ മറ്റൊരു വേരിയബിളിനെ അല്ലെങ്കിൽ ഇൻഡിപെൻഡൻറ്റ് വേരിയബിളിലേക്ക് ഡിപ്പെൻഡ് ആയി നിൽക്കുന്ന ആ ഒരു വേരിയബിളിനെ നമ്മൾ ഡിപ്പെൻഡൻറ്റ് വേരിയബിൾ എന്ന് വിളിക്കും. അപ്പോൾ അതൊരു കോസ് ആൻഡ് ഇഫക്റ്റ് റിലേഷൻഷിപ്പ് പറഞ്ഞാൽ ഇൻഡിപെൻഡൻറ്റ് വേരിയബിൾ ഇസ് ദി പ്രിസ്യൂംഡ് കോസ് ആൻഡ് ഡിപ്പെൻഡൻറ്റ് വേരിയബിൾ ഇസ് ദി പ്രിസ്യൂംഡ് ഇഫക്റ്റ് എന്ന് നമുക്ക് പറയാം. ഇനി മൂന്നാമത് നമ്മൾ ഇമ്പോർട്ടൻ്റ്ലി ആ ഒരു ക്വസ്റ്റിൽ കണ്ട വേരിയബിൾ ഏതാണ്? ഇൻ്റർവീനിങ് വേരിയബിൾ ആണ്. ഇൻ്റർവീനിങ് വേരിയബിൾ നമ്മൾ മീഡിയേറ്റർ വേരിയബിൾ എന്നൊക്കെ വിളിക്കാറുണ്ട്. ഇതെന്താന്ന് നോക്കിയേ, it is a hypothetical variable used to explain causal links between an independent and a dependent variable. Intervening variables cannot be observed in an experiment. അപ്പോൾ ഇവിടെ ബേസിക്കലി ഇതൊരു ഹൈപ്പോത്തറ്റിക്കൽ വേരിയബിൾ ആണ്. ജനറലി നമ്മളൊരു എക്സ്പെരിമെൻറ്റ് ചെയ്യുന്ന സമയത്ത് ഡയറക്റ്റ്ലി ഒബ്സർവ് ചെയ്യാനായിട്ട് സാധിക്കുന്ന ഒരു വേരിയബിൾ അല്ല ഇത്. പക്ഷേ ഈ വേരിയബിളിൻ്റെ ഉപയോഗം എന്താ? It is a hypothetical variable used to explain causal links between an independent and a dependent variable. ഒരു ഇൻഡിപെൻഡൻറ്റ് ഡിപ്പെൻഡൻറ്റ് വേരിയബിൾ അല്ലെങ്കിൽ ഒരു ഇൻഡിപെൻഡൻറ്റ് വേരിയബിളും ഡിപ്പെൻഡൻറ്റ് വേരിയബിളും തമ്മിലുള്ള കോസ് ആൻഡ് ഇഫക്റ്റ് റിലേഷൻഷിപ്പിനെ അല്ലെങ്കിൽ കോസൽ ലിങ്കിനെ എക്സ്പ്ലെയിൻ ചെയ്യാൻ നമ്മളെ ഹെൽപ്പ് ചെയ്യുന്ന അല്ലെങ്കിൽ അതിനു വേണ്ടി യൂസ് ചെയ്യുന്ന ഒരു ഹൈപ്പോത്തറ്റിക്കൽ വേരിയബിൾ ആണ് ഇൻ്റർവീനിങ് വേരിയബിൾ എന്ന് പറയുന്നത്. അപ്പോൾ അതിനൊരു എക്സാമ്പിൾ നിങ്ങൾക്ക് കുറച്ചുകൂടി നന്നായിട്ട് മനസ്സിലാവാൻ ഒരു എക്സാമ്പിൾ എടുക്കാം. അപ്പോൾ നമ്മൾ പറയാണ് there is an association between being poor and having a shorter lifespan. അതായത് പൂർ ആയിട്ടിരിക്കുക, ഫിനാൻഷ്യലി പൂർ ആയിട്ടിരിക്കുന്നതും ഒരാളുടെ ലൈഫ് എക്സ്പെക്റ്റൻസി അല്ലെങ്കിൽ അയാളുടെ ലൈഫ് സ്പാനും തമ്മിൽ കണക്ഷൻ ഉണ്ട് എന്ന് നമ്മൾ പറയുകയാണെങ്കിൽ ഈ രണ്ട് വേരിയബിൾസ് എടുത്ത് നമ്മളൊരു പഠനം നടത്തുകയാണെന്ന് വിചാരിക്കാം. സോ ഇവിടെ ഈ രണ്ട് വേരിയബിൾസ് നമ്മൾ എടുക്കുക, ബീങ് പുവർ അതുപോലെ തന്നെ ഷോർട്ടർ ലൈഫ് സ്പാൻ, ഈ രണ്ട് വേരിയബിൾസ് എടുക്കുമ്പോൾ ഡയറക്റ്റ്ലി നമുക്ക് പറയാൻ പറ്റില്ല. അതായത് ഒരാൾ പുവർ ആയെന്ന് എന്നുള്ളത് കൊണ്ട് അദ്ദേഹത്തിന് ഡെത്ത് ഉണ്ടാവും അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ലൈഫ് സ്പാൻ കുറവാണെന്ന് നമുക്ക് അങ്ങനെ ഡയറക്റ്റ്ലി പറയാനായിട്ട് സാധിക്കില്ല. പക്ഷേ ഇത് തമ്മിലുള്ള റിലേഷൻഷിപ്പിനെ നമുക്ക് വേണമെങ്കിൽ മറ്റൊരു ഫിനോമിനൻ യൂസ് ചെയ്ത് എക്സ്പ്ലെയിൻ ചെയ്യാം. അതെങ്ങനെയാണെന്ന് നോക്കിയേ, ജസ്റ്റ് ബിക്കോസ് someone is poor doesn't mean that will lead to an early death. So other hypothetical variables are used to explain the phenomenon. ഇപ്പോൾ നമ്മൾ ബീങ് പുവറും അതുപോലെ തന്നെ ഷോർട്ട് ലൈഫ് സ്പാനും തമ്മിൽ ഒരു കണക്ഷൻ അല്ലെങ്കിൽ അങ്ങനെ രണ്ട് വേരിയബിൾസ് എടുത്ത് പഠിക്കുമ്പോൾ ഒരാൾ പോർ ആയതുകൊണ്ട് അയാൾക്ക് ഏർലി ഡെത്ത് ഉണ്ടാവുമെന്ന് നമുക്ക് പറയാനായിട്ട് സാധിക്കില്ല. അപ്പോൾ എന്ത് ചെയ്യേണ്ടതായിട്ട് വരും? ഒരു ഹൈപ്പോത്തറ്റിക്കൽ വേരിയബിൾ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം? ഇതിനെ ഈ ഫിനോമിനനെ എക്സ്പ്ലെയിൻ ചെയ്യാൻ, സബ്സ്റ്റാൻഷിയേറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. അതിനെയാണ് നമ്മൾ ഇൻ്റർവീനിങ് വേരിയബിൾ എന്ന് പറയുന്നത്. ഈ കേസിൽ നമുക്ക് ഇതിനെ എങ്ങനെ ഒരു ഇൻ്റർവീനിങ് വേരിയബിളിൻ്റെ ഹെൽപ്പ് എങ്ങനെ എവിടെ സാധിക്കുന്നത്? ദീസ് ഇൻ്റർവീനിങ് വേരിയബിൾസ് കുഡ് ഇൻക്ലൂഡ് ലാക്ക് ഓഫ് ആക്സസ് ടു ഹെൽത്ത് കെയർ ഓഫ് പുവർ ന്യൂട്രീഷൻ. അപ്പോൾ ഒരാൾ പൂവർ ആവുന്നു എന്നുള്ളത് കൊണ്ടല്ല അദ്ദേഹത്തിന് ഡയറക്റ്റ്ലി ഏർലി ഒരു ഡെത്ത് ഉണ്ടാവുന്നത് അല്ലെങ്കിൽ ഈ ബീങ് പൂവർ അതുപോലെ തന്നെ ഷോർട്ടർ ലൈഫ് സ്പാനിനെ കണക്ട് ചെയ്യുന്ന ഫാക്ടർ എന്താ? ഒരാൾ പൂവർ ആണെങ്കിൽ മേ ബി അദ്ദേഹത്തിന് നല്ല ഹെൽത്ത് കെയർ ആക്സസ് ചെയ്യാനായിട്ടുള്ള ബുദ്ധിമുട്ടുണ്ടാവാം അല്ലെങ്കിൽ പ്രോപ്പർ ന്യൂട്രീഷൻ കിട്ടാനായിട്ടുള്ള സാധ്യത കുറയാം. അതുകൊണ്ട് ചിലപ്പോൾ ഒരു ലൈഫ് സ്പാനിനകത്ത് ഒരു ഷോർട്ട് ലൈഫ് സ്പാനിലേക്ക് ലീഡ് ചെയ്യപ്പെടാനായിട്ട് സാധ്യതയുണ്ട്. അപ്പോൾ ഇവിടെ നമ്മൾ എടുത്തിരിക്കുന്ന ഈ ബീങ് പൂവറും ഹാവിങ് എ ഷോർട്ട് ലൈഫ് സ്പാൻ എന്ന് പറയുന്ന ഈ രണ്ട് വേരിയബിൾസ് തമ്മിലുള്ള റിലേഷൻഷിപ്പിനെ എക്സ്പ്ലെയിൻ ചെയ്യാൻ നമ്മളെ സഹായിക്കുന്ന ഇൻ്റർവീനിങ് വേരിയബിൾസ് എന്തൊക്കെയാവാം? ലാക്ക് ഓഫ് ആക്സസ് ടു ഹെൽത്ത് കെയർ അല്ലെങ്കിൽ പുവർ ന്യൂട്രീഷൻ, ഇങ്ങനെ പലതും ആവാം. ഇങ്ങനെയുള്ള വേരിയബിൾസിനെ, അതായത് ഇൻഡിപെൻഡൻറ്റ് ഡിപ്പെൻഡൻറ്റ് വേരിയബിൾസ് തമ്മിലുള്ള കോസൽ ലിങ്ക്സിനെ എക്സ്പ്ലെയിൻ ചെയ്യാൻ സഹായകരമാകുന്ന ഹൈപ്പോത്തറ്റിക്കൽ വേരിയബിൾസിനെയാണ് ഇൻ്റർവീനിങ് വേരിയബിൾസ് നമ്മൾ വിളിക്കുക. ആൻഡ് ദീസ് വേരിയബിൾസ് cannot be observed in an experiment. Coming back to the question, if a researcher wants to study the influence of legal literacy on social adjustment of adolescent students, then legal literacy is the dash variable. അപ്പോൾ ഇവിടുത്തെ ക്വസ്റ്റൻ എന്താ? ഒരു റിസർച്ചർ ഒരു പഠനം നടത്തുവാണ്. എന്താണ് ആ പഠനം? ദ ഇൻഫ്ലുവൻസ് ഓഫ് ലീഗൽ ലിറ്ററസി ഓൺ സോഷ്യൽ അഡ്ജസ്റ്റ്മെൻറ്റ് ഓഫ് അഡോളസെന്റ് സ്റ്റുഡൻസ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ മീനിങ് എന്താ? ലീഗൽ ലിറ്ററസി എങ്ങനെയാണ് അഡോളസെന്റ് സ്റ്റുഡൻസിൻ്റെ സോഷ്യൽ അഡ്ജസ്റ്റ്മെൻറ്റിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നത്? വേറെ രീതിയിൽ പറഞ്ഞാൽ അഡോളസെന്റ് സ്റ്റുഡൻസിൻ്റെ സോഷ്യൽ അഡ്ജസ്റ്റ്മെൻറ്റ് എങ്ങനെയാണ് ലീഗൽ ലിറ്ററസിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നത്? ഇതാണ് ഇവിടുത്തെ വിഷയം. അപ്പോൾ ഇവിടുത്തെ ഇൻഡിപെൻഡൻറ്റ് വേരിയബിൾ ആണ് എന്ത്? ലീഗൽ ലിറ്ററസി. ആ ഇൻഡിപെൻഡൻറ്റ് വേരിയബിൾ എങ്ങനെ സോഷ്യൽ അഡ്ജസ്റ്റ്മെൻറ്റ് ഓഫ് അഡോളസെന്റ് സ്റ്റുഡൻസിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നു, അല്ലെന്നുണ്ടെങ്കിൽ സോഷ്യൽ അഡ്ജസ്റ്റ്മെൻറ്റ് ഓഫ് അഡോളസെന്റ് സ്റ്റുഡൻസ് എങ്ങനെയാണ് ലീഗൽ ലിറ്ററസിയോട് ഡിപ്പെൻഡൻ്റ് ആയിരിക്കുന്നത്? ദാറ്റ് ഈസ് ദ ഐഡിയ. സോ ലീഗൽ ലിറ്ററസി ഈസ് ദ കോസ് ആൻഡ് സോഷ്യൽ അഡ്ജസ്റ്റ്മെൻറ്റ് ഓഫ് അഡോളസെന്റ് സ്റ്റുഡൻസ് ഇസ് ദി റിസൾട്ട് അല്ലെങ്കിൽ അതിൻ്റെ ഇഫക്റ്റ് ആണ്. ആ സോഷ്യൽ അഡ്ജസ്റ്റ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ അവിടുത്തെ
ഇഫക്റ്റ് ആണ്. അപ്പോൾ ലീഗൽ ലിറ്ററസി ആണ് ഇവിടുത്തെ എന്ത് ഇൻഡിപെൻഡൻറ്റ് വേരിയബിൾ. അപ്പോൾ ഇവിടെ നമ്മളോട് ചോദിച്ചിരിക്കുന്നത് എന്താ, ഈ സിനാരിയോയിൽ ലീഗൽ ലിറ്ററസി എന്ത് വേരിയബിൾ ആണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. സോ ദ കറക്റ്റ് ആൻസർ ഇസ് ഓപ്ഷൻ ബി. സോ ഈ ടൈപ്സ് ഓഫ് വേരിയബിൾസ് ഞാൻ ഓൾറെഡി ഇനിഷ്യലി പറഞ്ഞതുപോലെ തന്നെ റിസർച്ച് പഠിക്കുന്ന സമയത്ത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഏരിയ ആണ്. അപ്പോൾ ഇത് മാത്രമല്ല, ഇതല്ലാതെ ഇപ്പോൾ കൺഫൗണ്ടിങ് വേരിയബിൾ അങ്ങനെ പല തരത്തിലുള്ള വേരിയബിൾസ് നമുക്ക് എക്സ്പ്ലോർ ചെയ്യാനായിട്ട് സാധിക്കും. ഇവിടെ മേജർലി നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഇപ്പോൾ ഒരു ഡെഫിനേഷൻ നമുക്ക് പഠിക്കാമെന്ന് പറയുന്നത് എളുപ്പമാണ്. ഇപ്പോൾ ഒരു വേരിയബിൾ എന്താണ് അതിൻ്റെ ഡെഫിനേഷൻ കാണാതെ പഠിക്കാൻ എളുപ്പമാണ്. പക്ഷെ ക്വസ്റ്റ്യൻ നിങ്ങൾ ശ്രദ്ധിച്ചോ, ഒരു പെർട്ടിക്കുലർ എക്സാമ്പിൾ തന്നിട്ട് അതിനകത്തുള്ള ഒരു വേരിയബിൾ എന്ത് വേരിയബിൾ ആണെന്ന് ഐഡൻറ്റിഫൈ ചെയ്യാനായിട്ടാണ് പറഞ്ഞിരിക്കുന്നത്. ഇത് നമുക്ക് സാധിക്കണം എന്നുണ്ടെങ്കിൽ പ്രോപ്പറായിട്ടൊരു അണ്ടർസ്റ്റാൻഡിങ് നമുക്ക് ആ ഒരു കോൺസെപ്റ്റിനെ കുറിച്ച് വേണം. അപ്പോൾ അതിന് ഡീറ്റെയിൽഡ് ആയിട്ട് വേണം നിങ്ങൾ ടൈപ്സ് ഓഫ് വേരിയബിൾസ് പഠിക്കാനായിട്ട്. അപ്പോൾ അത് ഡെഫിനേഷൻസ് പഠിക്കണം, എന്താണ് അതിൻ്റെ മീനിങ് എന്നുള്ളത് മനസ്സിലാക്കണം. അത് കാണാതെ പഠിക്കുന്നതിന് പകരം കോൺസെപ്റ്റ്സ് മനസ്സിലാക്കി പഠിക്കുക. ആൻഡ് ഓൾസോ എക്സാമ്പിൾ തന്നാൽ അതെന്ത് വേരിയബിൾ ആണെന്ന് ഐഡൻറ്റിഫൈ ചെയ്യാനായിട്ടൊരു പൊട്ടൻഷ്യൽ മനസ്സിൽ വെച്ചു, അല്ലെങ്കിൽ ആ ഒരു ഒബ്ജക്റ്റീവ് വെച്ചിട്ട് വേണം നിങ്ങളത് പഠിക്കാനായിട്ട് ശ്രമിക്കാം. ഓക്കെ, അപ്പോൾ ഇങ്ങനെ വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് നിങ്ങൾക്ക് ഒരു പെർട്ടിക്കുലർ ഏരിയ എടുക്കുമ്പോൾ അതിൽ നിന്ന് എങ്ങനെയൊക്കെ ക്വസ്റ്റ്യൻസ് വരാൻ പോസിബിലിറ്റി ഉണ്ട് എന്നുള്ളത് ഐഡൻറ്റിഫൈ ചെയ്തിട്ടാണ് നമ്മൾ ആപ്പിൾ ബിയുടെ കോഴ്സസ് പ്ലാൻ ചെയ്തിരിക്കുന്നത്. ആപ്പിൾ ബിയുടെ സെറ്റ് കോഴ്സസ് ഓൺലൈനായിട്ടാണ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുക. നമുക്കൊരു ഓൺലൈൻ പ്ലാറ്റ്ഫോം ഉണ്ട്. 24/7 നിങ്ങൾക്ക് അതിലേക്ക് ആക്സസിബിലിറ്റി ഉണ്ടാവും. കോഴ്സിൽ ജോയിൻ ചെയ്യുന്ന പോയിന്റ് മുതൽ നിങ്ങൾക്ക് പ്രോപ്പർ സ്റ്റഡി പ്ലാൻസ് തരും. ആ പ്ലാൻസ് ഉപയോഗിച്ച് കവർ ചെയ്യേണ്ട ഏരിയാസ് ഏതൊക്കെയാണെന്ന് നിങ്ങൾക്ക് പറഞ്ഞു തരും. അതിനനുസരിച്ച് നിങ്ങൾക്ക് ഏത് സമയവും നിങ്ങളുടെ ഫ്ലെക്സിബിൾ ആയിട്ടുള്ളൊരു സമയത്ത് അത് നിങ്ങൾക്ക് കവർ ചെയ്യാവുന്നതാണ്. അതിനോടൊപ്പം തന്നെ ലൈവ് സെഷൻസ് നമ്മൾ പ്രൊവൈഡ് ചെയ്യാറുണ്ട്. ലൈവ് സെഷൻസിലൂടെ ഈ ഓൺലൈനായിട്ട് അല്ലെങ്കിൽ നിങ്ങൾ LMS പ്ലാറ്റ്ഫോം ഉപയോഗിച്ച് പഠിക്കുന്ന കാര്യങ്ങൾ കോംപ്ലിമെൻറ്റ് ചെയ്യുന്ന എക്സ്ട്രാ ഡിസ്കഷൻസ്, അല്ലെങ്കിൽ പുതിയ ഏരിയാസ് എക്സ്പ്ലോർ ചെയ്യുക, ക്വസ്റ്റ്യൻ പ്രാക്ടീസ് ചെയ്യുക, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ നമ്മുടെ ഈ ഒരു കോഴ്സിൻ്റെ ഭാഗമായിട്ടുണ്ടാവും. ഇനി നിങ്ങൾ സെൽഫായിട്ട് പ്രിപ്പയർ ചെയ്യുന്ന ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കും ഹെൽപ്ഫുള്ളായിട്ട് ചില കാര്യങ്ങൾ ആപ്പിൾ ബി ചെയ്യുന്നുണ്ട്. നിങ്ങൾ തന്നെ പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് നിങ്ങളുടെ പ്രിപ്പറേഷനെ കുറച്ചുകൂടി ഇഫക്റ്റീവ് ആക്കാനായിട്ട് സഹായകരമാകുന്ന ലേണിംഗ് റിസോഴ്സസ്, ഫ്രീ ലേണിംഗ് റിസോഴ്സസ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. നമ്മളൊരു വാട്സാപ്പ് ഗ്രൂപ്പിലൂടെയാണ് പ്രൊവൈഡ് ചെയ്യുക. അപ്പോൾ അതിൽ നിങ്ങൾക്ക് ചില PDFs ലഭിക്കും, ചില ഫ്രീ ആയിട്ടുള്ള ലൈവ് സെഷൻസ് അതിനകത്ത് പ്രൊവൈഡഡ് ആയിരിക്കും. അതുപോലെ തന്നെ നമ്മുടെ യൂട്യൂബിൽ നമ്മൾ ചെയ്യുന്ന സെറ്റിൻ്റെ വീഡിയോസിൻ്റെ ഒക്കെ ലിങ്ക്സ് നിങ്ങൾക്ക് അതിനകത്ത് പ്രൊവൈഡ് ചെയ്യും. അപ്പം നിങ്ങൾക്ക് ഒന്നും മിസ് ഔട്ട് ആവാതെ ഫ്രീ ആയിട്ടുള്ള റിസോഴ്സസ് അതുപോലെ നിങ്ങൾക്ക് ഫോളോ ചെയ്ത് പഠിക്കാനായിട്ട് സാധിക്കും. അങ്ങനെയുള്ള വാട്സാപ്പ് ലിങ്ക്സ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്ന കോഴ്സസ് നമ്മൾ പല സബ്ജക്ട്സിൽ ചെയ്യുന്നുണ്ട്. എക്കണോമിക്സ്, കൊമേഴ്സ്, ഇംഗ്ലീഷ് പേപ്പർ 1. അപ്പോൾ അതിലേക്കൊക്കെ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാനായിട്ടുള്ള ലിങ്ക്സ് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ അവൈലബിൾ ആണ്. അപ്പോൾ ഒരു കോഴ്സ് നിങ്ങൾ പ്രിഫർ ചെയ്യുന്നില്ല, തന്നെ പ്രിപ്പയർ ചെയ്യാൻ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ ഫ്രീ റിസോഴ്സസ് നിങ്ങൾക്ക് സഹായകരമാകുമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും വാട്സാപ്പ് ഗ്രൂപ്പിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാവുന്നതാണ്. സോ ദാറ്റ്സ് ഇറ്റ് ഫോർ ദിസ് സെഷൻ. താങ്ക് യു ആൻഡ് ഹാപ്പി ലേണിംഗ്.